500-100 രൂപയുടെ കേടുപാടുകൾ സംഭവിച്ചതോ മുഷിഞ്ഞതോ ആയ നോട്ടുകൾ ഏതെങ്കിലും ബാങ്ക് ശാഖ വഴിയോ RBI ഓഫീസുകൾ വഴിയോ മാറ്റിയെടുക്കാൻ കഴിയും. ദിവസവും 20 എണ്ണം വരെ, അതായത് പരമാവധി 5000 രൂപ വരെ ബാങ്ക് കൗണ്ടറുകളിൽ മാറ്റാൻ സാധിക്കും. കൂടുതൽ നോട്ടുകൾ ഉണ്ടെങ്കിൽ ബാങ്കിൽ ഏൽപ്പിച്ച് രസീത് വാങ്ങി പിന്നീട് പണം സ്വീകരിക്കാനും സാധിക്കും. 100-500 രൂപ നോട്ടുകളിൽ നിർണായകമായ സുരക്ഷാ പരിഷ്കാരങ്ങൾ വരുത്താൻ RBI തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് നോട്ടുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും കള്ളനോട്ടുകളുടെ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യ കൂടിയാണ്. 2026ഓടെ ഈ പുതിയ നോട്ടുകൾ വിപണിയിൽ സജീവമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ 500-100 രൂപയുടെ കേടുപാടുകൾ സംഭവിച്ചതോ മുഷിഞ്ഞതോ ആയ നോട്ടുകൾ ബാക്കിയുണ്ടെങ്കിലും ഇനി മാറ്റാൻ RBI സൗകര്യമൊരുക്കുന്നുണ്ട്. കേടുപാടുകൾ സംഭവിച്ചത്, അതായത് മുറിഞ്ഞത്, കീറിയത്, നിറം മങ്ങിയത് തുടങ്ങിയ 500ന്റെയും 100ന്റെയും നോട്ടുകൾ മാറ്റിയെടുക്കാൻ ഏതെങ്കിലും അടുത്തുള്ള ബാങ്ക് ശാഖയിലോ അല്ലെങ്കിൽ RBIയുടെ ഇഷ്യൂ ഓഫീസിലോ നേരിട്ട് പോയാൽ മതി. മാത്രമല്ല, ഫോമുകൾ പൂരിപ്പിക്കാതെ തന്നെ ചെറിയ എണ്ണത്തിലുള്ള നോട്ടുകൾ ഇവിടെ മാറ്റാൻ സാധിക്കും. എന്നാൽ കൂടുതൽ നോട്ടുകൾക്ക് അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. അടുത്തുള്ള പൊതുമേഖലാ ബാങ്ക് ശാഖകൾ, സ്വകാര്യ ബാങ്ക് ശാഖകൾ അല്ലെങ്കിൽ RBI ഓഫീസുകൾ എന്നിവിടങ്ങളിലാണ് മാറ്റാൻ സാധിക്കുക. നോട്ടിലെ ഇഷ്യൂയിംഗ് അതോറിറ്റിയുടെ പേര്, ഗ്യാരണ്ടി, പ്രോമിസ് ക്ലോസ്, ഒപ്പ്, അശോക സ്തംഭം, മഹാത്മാഗാന്ധിയുടെ വാട്ടർമാർക്ക് എന്നിവ വ്യക്തമായിരിക്കണമെന്നത് മാത്രമാണ് ഇതിലെ നിബന്ധനകൾ. 2026 ഫെബ്രുവരിയിലെ റിപ്പോർട്ടുകൾ പ്രകാരം നിലവിലുള്ള 100-500 രൂപ നോട്ടുകൾക്ക് നിയമസാധുതയുണ്ട്. അവ മാറ്റേണ്ടതില്ല. മറിച്ച് കൂടുതൽ കേടുപാടുകൾ പറ്റിയതോ കത്തിയതോ ആയ നോട്ടുകൾ ബാങ്കുകൾ നിരസിക്കാൻ സാധ്യത കൂടുതലാണ്. അത്തരം കേസുകൾ മാത്രമാണ് RBI ഇഷ്യൂ ഓഫീസ് സമീപിക്കാൻ സാധിക്കൂ. മാത്രമല്ല, ദിവസവും 20 എണ്ണം വരെ, അതായത് പരമാവധി 5000 രൂപ വരെ ബാങ്ക് അക്കൗണ്ടുകളിൽ മാറ്റാൻ സാധിക്കും. കൂടുതൽ നോട്ടുകൾ ഉണ്ടെങ്കിൽ ബാങ്കിൽ ഏൽപ്പിച്ച് രസീത് വാങ്ങി പിന്നീട് പണം സ്വീകരിക്കാനും സാധിക്കും. RBI വരുത്തുന്ന പ്രധാന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നോട്ടുകളുടെ സുരക്ഷാ ഫീച്ചറുകൾ കാലാനുസൃതമായിട്ട് തന്നെ പുതുക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പിന്തുടരുന്ന ഒരു രീതി തന്നെയാണ്. അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ത്രെഡാണ് ഇതിൽ ആദ്യത്തേത്. അതായത് നോട്ടുകൾ ചരിക്കുമ്പോൾ നിറം മാറുന്ന സുരക്ഷാ നൂലുകൾ സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയും. ഇത് കൂടുതൽ വ്യക്തതയും നൂതനമായ ചിഹ്നങ്ങളും ഉൾപ്പെടുത്തും. ഇത് സാധാരണക്കാർക്ക് കള്ളനോട്ടുകൾ എളുപ്പത്തിൽ കണ്ടെത്താനും തിരിച്ചറിയാനും സഹായിക്കുമെന്നാണ് പറയുന്നത്. മറ്റൊന്ന് വാട്ടർമാർക്ക് പരിഷ്കാരം തന്നെയാണ്. മഹാത്മാഗാന്ധിയുടെ ചിത്രമുള്ള വാട്ടർമാർക്കിലും മൈക്രോ ലെറ്ററിംഗിലും കൂടുതൽ സങ്കീർണമായ ഡിസൈനുകൾ കൊണ്ടുവരാനാണ് സാധ്യത. ഇത് സ്കാൻ ചെയ്തോ ഫോട്ടോസ്റ്റാറ്റ് എടുത്തോ വ്യാജ നോട്ടുകൾ നിർമ്മിക്കുന്നത് അസാധ്യമാകുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, കാഴ്ചാ പരിമിതിയുള്ളവർക്ക് പ്രത്യേക ഫീച്ചറുകളും ഇത്തവണയുണ്ടാകും. അതായത് നോട്ടുകൾ സ്പർശനത്തിലൂടെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ബ്ലീഡ് ലൈനുകളിലും മാറ്റങ്ങൾ വരുത്തുമെന്നാണ് പറയുന്നത്. 500 രൂപ നോട്ടിലും 100 രൂപ നോട്ടിലും ഇവ കൂടുതൽ വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും പുതിയതായി ക്രമീകരിക്കുക. പുതിയ സീരീസിലുള്ള നോട്ടുകളിൽ നിലവിലെ RBI ഗവർണറുടെ ഒപ്പും നോട്ട് അച്ചടിച്ച വർഷമായി 2026 എന്നും രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഈ വാർത്ത വരുമ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയും ഇപ്പോഴുണ്ട്. എന്നാൽ നിങ്ങളുടെ കൈവശമുള്ള പഴയ 100-500 രൂപ നോട്ടുകൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ലെന്നാണ് RBI വ്യക്തമാക്കുന്നത്. പുതിയ നോട്ടുകൾ വിപണിയിലെത്തുമ്പോഴും പഴയ നോട്ടുകൾ നിയമപരമായി നിലനിൽക്കും. പഴയ നോട്ടുകൾ പിൻവലിക്കാനുള്ള യാതൊരു പദ്ധതിയോ നോട്ട് നിരോധനമോ RBI ഇപ്പോൾ പറയുന്നില്ല. പകരം ബാങ്കുകളിലെത്തുന്ന പഴയ നോട്ടുകൾക്ക് പകരമായി പുതിയ നോട്ടുകൾ നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായി കിട്ടും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.